ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പിയാണ്. പൊട്ടറ്റോ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് നേരം ക്രിസ്പി ആയിട്ട് അത് ഇരുന്നോളും. നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടുമ്പോൾ ഒട്ടും തണുത്ത് പോവില്ല. ഇതുപോലെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ. അപ്പോൾ ഞാൻ അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പൊട്ടറ്റോ 2 കഷ്ണങ്ങളാക്കി ഞാൻ ഇതുപോലെയാണ് നുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മളിതാ പൊട്ടറ്റോ ഇതുപോലെയാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. ആദ്യം ഒരു പൊട്ടറ്റോ 2 കഷ്ണങ്ങളാക്കി, എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നുറുക്കിയെടുക്കാം കേട്ടോ. ഞാനിതാ ഇതുപോലെയാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. വല്ലാതെ കനം കുറച്ചുമല്ല, എന്നാൽ കനം കൂടിയിട്ടുമല്ല. അങ്ങനെ ഒരു മീഡിയം സൈസിലാണ് ഞാൻ നുറുക്കിയെടുത്തിട്ടുള്ളത്. നമ്മളിതിപ്പോൾ വല്ലാതെ അങ്ങ് കനം കുറച്ച് അരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിൽ മീഡിയം കനത്തിൽ വേണം നമ്മളിത് നുറുക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ. അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊട്ടറ്റോ എല്ലാം ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് നമ്മളിത് നുറുക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 ടീസ്പൂണോളം കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലവർ ഇത്തിരി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. ഇത്തിരി ക്രിസ്പി ആവാൻ അത് നന്നായിട്ട് തന്നെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാനിതവിടെ 3 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം സോയാ സോസ്. 2 മുതൽ 3 ടീസ്പൂൺ വരെ നമുക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എൻ്റെ ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ 3 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കും തോറും നമുക്ക് ഇതിൽ നിന്നും ഉപ്പൊക്കെ ഉള്ളത് കാരണം പൊട്ടറ്റോ എപ്പോൾ നുറുക്കി വെച്ചാലും നമുക്കതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഊറി വരും. അപ്പോൾ ആ വെള്ളം ഊറി വരുമ്പോൾ നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ആ വെള്ളത്തിലൂടെ പോവും. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഇവിടെ മസാലയൊക്കെ ചേർത്തിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നമുക്കതിൽ നിന്നും വെള്ളമൊക്കെ ഊറി വരാൻ തുടങ്ങും. അപ്പോൾ ആ വെള്ളവും മസാലപ്പൊടികളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ടീസ്പൂണോളം അരിപ്പൊടിയും 2 ടീസ്പൂണോളം റവയും കൂടെ ചേർത്ത് ഒരു ബൗളിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടറ്റോ കൂടുതൽ ക്രിസ്പി ആയി ഇരിക്കാനും കൂടുതൽ നേരം നമുക്ക് ആ ക്രിസ്പിനെസ് നഷ്ടപ്പെടാതിരിക്കാനും സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വറുത്ത് കൊടുക്കുമ്പോൾ ക്രിസ്പിനെസ് പോവാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം ആ ക്രിസ്പിനെസ് അങ്ങനെ ഉണ്ടാവും. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുമ്പോൾ അങ്ങനെ അടച്ചു വെക്കുമ്പോൾ ക്രിസ്പിനെസ് ഒന്നും പോവാതെ ഇതുപോലെ ഇരിക്കും. അപ്പം നമ്മൾ ആ അരിപ്പൊടിയും റവയും ചേർത്തിട്ടുള്ള ആ മിക്സ് പൊട്ടറ്റോയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് തന്നെ അതിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പൊട്ടറ്റോ കൂടുതൽ നേരം ക്രിസ്പിനെസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാനുള്ള പൊട്ടറ്റോ ഇങ്ങനെ വറുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളിത് വറുക്കുമ്പോൾ ചട്ടി നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം വെക്കാനായിട്ട്. പിന്നീട് നമ്മളിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കുക. പിന്നീട് നമ്മൾ കൂട്ടി കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളിത് മൊരിച്ചെടുക്കുകയാണെങ്കിൽ ക്രിസ്പിനെസ് കൂടും. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ എല്ലാം ഇതുപോലെ പാനിലോട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം ആയി വന്നപ്പോൾ അപ്പുറത്തെ ഭാഗം കൂടെ തിരിച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. വെറും 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ലോ ഫ്ലെയിമിലായതുകൊണ്ട് നമുക്ക് അധികം എണ്ണയും ആവശ്യമില്ല, അധികം എണ്ണയൊന്നും കുടിക്കില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരു ഭാഗം മൊരിഞ്ഞു വന്നപ്പോൾ അപ്പുറത്തെ ഭാഗം കൂടെ തിരിച്ചിട്ട് ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിടിലൻ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം കേട്ടോ. ഇന്നത്തെ ഈ ക്രിസ്പി പൊട്ടറ്റോ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.
പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്